ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വെള്ളിയാഴ്ച കൂട്ടായ്മയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു രാത്രികാലം അവിടുത്തെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ അങ്ങ് കാത്ത് പരിപാലിച്ചു. പുതിയ ഒരു പ്രഭാതത്തിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം. ഈ നാളുകളിലൊക്കെ കർത്താവെ, നിന്റെ വലിയ സാന്നിധ്യം, നിന്റെ വലിയ കൃപകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കുന്നല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിലൊക്കെ നിന്റെ സാന്നിധ്യം, നിന്റെ കൃപ, നിന്റെ സ്നേഹം ഞങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതം ബലഹീനമായി പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ കർത്താവെ, നീ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി കർത്താവെ, നിന്റെ സ്നേഹവും നിന്റെ കരുണയും കരുതലും ഒക്കെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ആദ്യയോട് അവസാനം അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടെ, സമർപ്പണത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, ആവശ്യങ്ങളിലൊക്കെ അങ്ങ് കൂടെ ഇരിക്കണമേ. കർത്താവെ, ഇന്ന് പാട്ടുകൾ പാടുന്നവരെയും വചനം വായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായിരിക്കാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, നോമ്പിന്റെ നാളുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള കൂടിവരവുകളും കൂട്ടായ്മകളും ഒക്കെ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ഒക്കെ അങ്ങയുടെ വചനത്തിൽ ശക്തീകരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ശുശ്രൂഷയ്ക്ക്, നമ്മുടെ ഈ കൂട്ടായ്മയുടെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ചെറിബോ അങ്കിളും ഫാമിലിയുമാണ്. അതിനുശേഷം സങ്കീർത്തനം വായിക്കുന്നത് മോഹൻ മാത്യു അങ്കിളാണ്. ഇപ്പോൾ ചെറിബോ അങ്കിള് പാട്ടുകൾക്ക് നേതൃത്വം നൽകും. കേൾക്കാമോ? അങ്കിളെ കേൾക്കാം. യെസ് യെസ്. ഇന്ന് എടുത്തിരിക്കുന്ന രണ്ട് പാട്ടുകൾ ഇംഗ്ലീഷ് പാട്ടുകളാണ്. പ്രത്യാശ ഗീതങ്ങളിൽ നിന്ന് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ പാട്ട് ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. പാട്ടിന്റെ നമ്പർ 160. Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Thou changest not, thy compassions they fail not. As thou hast been, thou forever wilt be. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. Summer and winter and springtime and harvest,
Sun, moon, and stars in their courses above join with all nature and manifold witness to thy great faithfulness, mercy, and love. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. Pardon for sin and peace that endureth. Thine own dear presence to cheer and to guide. Strength for today and bright hope for tomorrow. Blessings all mine with 10,000 beside. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. രണ്ടാമത്തെ പാട്ട് ഇത് 163. Would you be free from your burden of sin? There's power in the blood, power in the blood. Would you or evil a victory win? There's wonderful power in the blood. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. Would you be free from your passion and pride? There's power in the blood, power in the blood. Come for a cleansing to Calvary's tide. There's wonderful power in the blood. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. Would you be whiter, much whiter than snow? There's power in the blood, power in the blood. Sin stains are lost in its life-giving flow. There's wonderful power in the blood. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. Would you do service for Jesus our King? There's power in the blood, power in the blood. Would you live daily his praises sing? There's wonderful power in the blood. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. താങ്ക് യു അങ്കിൾ. ഇപ്പോൾ
മോഹൻ മാത്യു അങ്കിള് സങ്കീർത്തനം വായിക്കും. കേൾക്കാമോ അച്ഛാ? കേൾക്കാം. യെസ്. Okay. Today's psalm is taken from Psalm 31. Psalm 31. In you, O Lord, I put my trust. Let me never be ashamed. Deliver me in your righteousness. Bow down your ear to me. Deliver me speedily. Be my rock of refuge, a fortress of defense to save me. For you are my rock and my fortress. Therefore, for your name's sake, lead me and guide me. Pull me out of the net which they have secretly laid for me, for you are my strength. Into your hand I commit my spirit. You have redeemed me, O Lord God of truth. I have hated those who regard useless idols, but I trust in the Lord. I will be glad and rejoice in your mercy, for you have considered my trouble. You have known my soul in adversities, and have not shut me up into the hand of the enemy. You have set my feet in a wide place. Have mercy on me, O Lord, for I am in trouble. My eye wastes away with grief. Yes, my soul and my body, for my life is spent with grief, and my years with sighing. My strength fails because of my iniquity, and my bones waste away. I am a reproach among all my enemies, but especially among my neighbors, and I am repulsive to my acquaintances. Those who see me outside flee from me. I am forgotten like a dead man, out of mind. I am like a broken vessel. For I hear the slander of many. Fear is on every side. While they take counsel together against me, they scheme to take away my life. But as for me, I trust in you, O Lord. I say, you are my God. My times are in your hands. Deliver me from the hand of my enemies and from those who persecute me. Make your face shine upon your servant. Save me for your mercy's sake. Do not let me be ashamed, O Lord, for I have called upon you. Let the wicked be ashamed. Let them be silent in the grave. Let the lying lips be put to silence, which speak insolent things proudly and contemptuously against the righteous. Oh, how great is your goodness, which you have laid up for those who fear you, which you have prepared for those who trust in you in the presence of the sons of men. You shall hide them in the secret place of your presence from the plots of man. You shall keep them secretly in a pavilion from the strife of tongues. Blessed be the Lord, for he has shown me his marvelous kindness in a strong city. For I said in my haste, I am cut off from before your eyes. Nevertheless, you heard the voice of my supplications when I cried out to you. Oh, love the Lord, all you his saints. For the Lord preserves the faithful and fully repays the proud person. Be of good courage, and he shall strengthen your heart, all you who hope in the Lord. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ഏകാഗ്രമാക്കാം. അല്പസമയം നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മളെ തന്നെ കാണുവാനുള്ള, നമ്മെ തന്നെ മനസ്സിലാക്കാനുള്ള സമയമാണല്ലോ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയിൽ നമ്മെ തന്നെ കാണുവാൻ, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളെ തിരിച്ചറിയുവാൻ ഈ നാളുകളിൽ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം നമുക്ക് നന്ദിയോടുകൂടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ സ്തുതിക്കാം. അർഹതയില്ലാത്ത നന്മകളും ദൈവം നമുക്ക് നൽകുന്നുണ്ട്, നൽകിയിട്ടുണ്ട്. അവയെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന നന്മകളുടെ മഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിൽക്കുവാൻ, തുടരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. കുറവുകൾ, വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു നിമിഷം നാം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അറിഞ്ഞും അറിയാതെയും ബോധപൂർവമായും അല്ലാതെയും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ അവിടുന്ന് പൊറുക്കണമേ, അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നോമ്പ് നാളുകളിൽ ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ പാപങ്ങളെയും ക്രൂശിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഉയർപ്പിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് നാളുകളിൽ തന്റെ സ്നേഹത്താൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവം കഴുകി ശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, കുടുംബജീവിതത്തെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും ദൈവത്തിന്റെ കൃപയിൽ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഭ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരുടെ സംഘമായി, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമായി, ദൈവജനമായി, ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ എല്ലാം ദൈവം കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രായമായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്കൊരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രായത്തിന്റെ ബലഹീനതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെയൊക്കെ കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയാനങ്ങളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടിയും അന്നമ്മ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പി ഫിലിപ്പ് അങ്കിളിന് വേണ്ടിയിട്ടും ചാച്ചിയമ്മ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിക്ക് വേണ്ടിയിട്ടും കുരുവിള അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാരീരികമായ ബലഹീനതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലിസി ആന്റിക്ക് വേണ്ടി, ശമലൂട്ടി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം.
അലീസ് തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുശീൽ ആന്റിക്കും രഞ്ജിത്ത് അങ്കിളിനും വേണ്ടി പ്രാർത്ഥിക്കാം. റോയ് അങ്കിളിന് വേണ്ടിയിട്ടും പുഷ്പ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിട്ടുപോയവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ മറ്റ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഷീജയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് പരമേൽപ്പിക്കാം. പ്രത്യേകിച്ച് മിനോയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിൽ ഒരു മെഡിക്കൽ പ്രൊസീജിയറിന് വിധേയനായിരിക്കുന്നു. പ്രിയ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഫൈനൽ എക്സാം എഴുതുകയാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും, അവരെല്ലാം നമുക്ക് ഓർക്കാം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നൽകിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. അതിനുവേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദൈവം അവരെല്ലാം അവരുടെ അധ്വാനങ്ങളെ മാനിക്കണമേ. നമ്മുടെ തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവര് നല്ല ഉത്തരവാദിത്വ ബോധത്തോടെ പക്വതയോടെ അവര് ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ലോകത്തിന്റെ മറ്റ് സ്വാധീനങ്ങളിലൊന്നും പെട്ടുപോകാതെ അവരുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നന്മകൾ, ലക്ഷ്യങ്ങളൊക്കെ നേടുവാൻ, അതിലൊക്കെ എത്തിച്ചേരുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന, ഡിഗ്രി, PG, റിസർച്ച് അതുപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ഹൈദരാബാദിലും ഭാരതത്തിന്റെ പല സിറ്റികളിലും വിദേശത്തുമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ ആയിരിക്കുന്ന ഇടത്ത് അവരുടെ പഠനത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ദൈവം അവർക്ക് ഉപജീവന മാർഗങ്ങളെയൊക്കെ നൽകണമേ പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെ എല്ലാം നമുക്ക് ഓർക്കാം. പല മേഖലകളിലൊക്കെ അവർ ജോലി ചെയ്യുന്നു. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ കുടുംബജീവിതങ്ങളെയൊക്കെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരോട് ഇടപെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് തക്കതായ തുണകളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന അഭിലാഷിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകം ഓർക്കാം. ആശിഷിനും നിവ്യയ്ക്കും ദൈവം ഒരു പെൺകുഞ്ഞിനെ നൽകി. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആശിഷ് ജോസഫിനും മേരിക്കും ഒരു പെൺകുഞ്ഞിനെ കൂടി ദൈവം ദാനമായിട്ട് നൽകിയല്ലോ. ആ കുടുംബത്തെയും പ്രത്യേകിച്ച് പിഞ്ചു പൈതലിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. റോണിക്കും റിൻസിക്കും ദൈവം നൽകിയ 2 ആൺകുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ വളർച്ചയിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജീവയുടെയും ജിക്കുവിൻ്റെയും ഇളയ മകൻ ലിയാനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവൻ്റെ വളർച്ചയിലും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം.
നമ്മൾ പേര് പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ലസിതയുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിപിൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം നാട്ടിൽ. നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ ആരാധനകളും കൂട്ടങ്ങളും കൂട്ടായ്മകളും ഒക്കെ ആത്മീയമായ നന്മയ്ക്കും അനുഗ്രഹത്തിനുമൊക്കെ മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ ഓർക്കാം. നമ്മുടെ എല്ലാ ഏരിയ പ്രെയർ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവിടെയുള്ള പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ടാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ മാർഗമില്ലാതെ, വീടില്ലാതെ, ചികിത്സിക്കാൻ മാർഗമില്ലാതെ പലതരത്തിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം ആവശ്യത്തിലിരിക്കുന്ന എല്ലാവരോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും ഒക്കെ അനുഭവിക്കുന്ന സ്ഥലങ്ങൾ, അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ എല്ലാം നമുക്ക് ഓർക്കാം. പലയിടങ്ങളിലും പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സംഘർഷബാധിത പ്രദേശങ്ങളിലൊക്കെ സമാധാനവും സ്വസ്ഥതയും ശാന്തതയും കൈവരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്. നമ്മുടെ ദേശത്തെക്കുറിച്ച് നമുക്കെല്ലാം ആശങ്കയുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽ നടക്കുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അപകടങ്ങൾ, മനുഷ്യത്വരഹിതമായ ഓരോരോ പ്രവർത്തനങ്ങൾ. നമ്മുടെ ദേശത്തെ ദൈവം സന്ദർശിക്കണമേ. ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ സന്തോഷത്തോടെ അനുഭവിച്ച് ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ സഭകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോമ്പ് നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസ സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുവാൻ, നമ്മളെല്ലാം അല്പം കൂടി ദൈവത്തോട് അടുക്കുവാൻ, സ്നേഹത്തിൽ വളരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിലെ ബിഷപ്പന്മാർക്ക് വേണ്ടി, പട്ടത്ത സമൂഹത്തിന് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, സന്നദ്ധ സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ കേസും വഴക്കും കാര്യങ്ങളും ഒക്കെ അവസാനിക്കുവാൻ, സഭയ്ക്കൊരു നല്ല നിലനിൽപ്പ് ദേശത്തുണ്ടാകുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ കടന്നുവരവിൻ്റെ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രയാസപ്പെടുന്നവരെ, ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ഓർക്കാം. പലതരത്തിൽ നമുക്കൊക്കെ സങ്കടങ്ങളുണ്ട്, നമുക്ക് പല വേദനകളുണ്ട്. അവയെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഇപ്പോൾ ഇറക്കി വയ്ക്കാം. കർത്താവേ, എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ആവശ്യങ്ങളിൽ എന്നോട് കൂടെയിരിക്കണമേ. എൻ്റെ ഭാരങ്ങൾ അവിടുന്ന് മാറ്റണമേ. സമാധാനം നൽകണമേ, സൗഖ്യം നൽകണമേ, വീണ്ടെടുപ്പ് നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെ അലട്ടുന്ന പ്രയാസങ്ങൾ, ആളുകളായി നമ്മുടെ മനസ്സിലുള്ള പല വേദനകളുണ്ട്. ഒരുപക്ഷെ അത് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മനസ്സിൽ കയറിയതാവാം. കുടുംബജീവിതത്തിലുള്ള വേദനകളാകാം.
നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പരാജയപ്പെടുന്ന കാര്യങ്ങളാകാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളെ പരിഗണിക്കാതെ, നമ്മുടെ വാക്കുകൾക്ക് വില നൽകാതെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതാവാം. നമ്മുടെ സാമ്പത്തികമായ ക്ലേശമാകാം, രോഗാവസ്ഥയാകാം. എന്തായിരുന്നാലും എല്ലാം നമുക്കൊരു നിമിഷം ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് മനസ്സലിയണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രശ്മി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാമോ അച്ഛൻ? കേൾക്കാം. യെസ്. പ്രാർത്ഥനയിൽ നൽനേരമേ ലോക ചിന്തകളകറ്റി എന്നാഗ്രഹവശങ്ങളെ പിതാമുൻപിൽ കേൾപ്പിക്കുന്നീ. കാലങ്ങളിൽ ആശ്വാസം കണ്ടതുമാത്മാ പേകണിയിൽ വീഴാഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ. സ്തോത്രം കർത്താവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ദൈവമേ. ഈ ദൈവമേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവമേ ഇവിടെ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം നീ തന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ചിന്താകുലങ്ങളും ആവശ്യങ്ങളും എല്ലാ വിഷമങ്ങളും ഭാരങ്ങളും ദൈവമേ നിന്റെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ എല്ലാവരും രശ്മി മ്യൂട്ടായേ. ഹലോ രശ്മി, മ്യൂട്ടായോ അച്ഛൻ? ഇടയ്ക്ക് വെച്ച് മ്യൂട്ടായി. ഓക്കെ. ഞങ്ങളുടെ പള്ളിയിൽ പ്രായമായിട്ടുള്ള എല്ലാ അപ്പച്ചനമ്മച്ചിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പള്ളിയിൽ വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ പല രോഗാവസ്ഥയിലായിട്ട് വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ക്യാൻസർ ആയിട്ട് വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പല രോഗത്താൽ ദൈവമേ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർ പള്ളിയിൽ വരാൻ ആഗ്രഹിച്ചിട്ടും വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നീ സൗഖ്യദായകനാണല്ലോ കർത്താവെ. നിന്നിൽ ആശ്രയിച്ചാൽ ദൈവമേ നീ എല്ലാവരെയും ദൈവമേ പൂർണ്ണ സൗഖ്യ ആശ്വാസവും വിടുതലും കൊടുത്ത് ദൈവമേ അവർക്ക് പൂർണ്ണ ആരോഗ്യവും ബലവും കൊടുത്ത് ദൈവമേ പള്ളിയിൽ വരുവാനും ദൈവമേ നിന്നെ പാടി സ്തുതിക്കുവാനും എല്ലാം തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഈ സമയത്ത് ദൈവമേ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാം അനുഗ്രഹിക്കണമേ. അവർക്കെല്ലാം പരീക്ഷയൊക്കെ നടക്കുന്നല്ലോ കർത്താവെ. ദൈവമേ, ഈ ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ഈ ലോകത്ത് ദൈവമേ ഫോക്കസോടുകൂടെ പഠിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുവാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധി, അറിവും, ജ്ഞാനം, ഓർമ്മശക്തി എല്ലാ കൃപയും നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് 10th and 12th എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവര് പല ടെൻഷനിലൊക്കെ ആയിരിക്കുന്നല്ലോ ദൈവമേ. അവര് പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ലതായിട്ട് ഓർത്തിരിക്കുവാനും ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതുവാനും ദൈവമേ നിന്നെ സ്തുതിക്കുവാനും തക്കവണ്ണം നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല എൻട്രൻസ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ മലിനമായ ലോകത്ത് ദൈവമേ ഇപ്പൊ കേൾക്കുന്ന പല കാര്യങ്ങളും ഡ്രഗ്സിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേൾക്കുന്നുവല്ലോ ദൈവമേ. അതിലൊന്നും ഒരു കുഞ്ഞു പോലും അകപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ചിറൻ കീഴിൽ ഓരോ കുഞ്ഞുങ്ങളെയും ദൈവമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഒരു കുഞ്ഞു പോലും വഴിതെറ്റി പോകാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവര് വളർന്ന് അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ സമൂഹത്തിന് ഒരു അനുഗ്രഹമുള്ള മക്കളായി വളർന്നു വരുവാൻ ദൈവമേ സഹായിക്കണം. ഇതിനൊക്കെ സാക്ഷികളായി ഓരോ കുഞ്ഞുങ്ങളും ജീവിക്കുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ യൂത്ത് മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല സ്വദേശത്തും വിദേശത്തുമായി പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരാരും വഴിതെറ്റി പോകാൻ ഇടയാകല്ല. അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഏറ്റവും നിനക്ക് സാക്ഷികളായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണം. അവര് ഏറ്റവും നന്നായിട്ട് അവരുടെ പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും ജോലിയിലെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് അവർ ചെയ്യുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതിന് നേതൃത്വം നൽകുന്ന സ്റ്റീഫൻ ഘോഷ് അങ്കിളിന് വേണ്ടി, ചെറുബാബ അങ്കിളിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ കൊടുത്തിരിക്കുന്നതായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഞങ്ങളുടെ വുമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ ശുശ്രൂഷയിലെല്ലാം നീ കൂടെ ഇരിക്കണം. ഓരോ വുമൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, സഹായിക്കണമേ കർത്താവെ. ഓരോ ദിവസവും ദൈവമേ അവരെ മുമ്പോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവൃത്തിയിലെല്ലാം നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജോലിയിലെല്ലാം നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കൂടുതലായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയിലെ എല്ലാ സ്ട്രെസ്സും ഭാരങ്ങളും എല്ലാം നീ അറിയുന്നുവല്ലോ ദൈവമേ. അതിലെല്ലാം നിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പല ആവശ്യങ്ങളെല്ലാം ഓരോരുത്തർക്കും ഉണ്ടല്ലോ കർത്താവെ. അവരുടെ ആവശ്യങ്ങളെല്ലാം നീ കൂടെ ഇരിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് നല്ല ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ ദാനമായി തന്നിരിക്കുന്ന ഓരോ പിഞ്ചു പൈതങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ വളർച്ചയിലെല്ലാം നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പൈതങ്ങളായി അനുഗ്രഹമുള്ള മക്കളായി വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ കൃപ ചെയ്യണമേ. ബാലാരിഷ്ടകളിൽ നിന്നെല്ലാം അവരെ കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ലേറ്റി ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നീ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ദൈവമേ നല്ല ജോലി കിട്ടുവാൻ തക്കവണ്ണം നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന അഭിലാഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഭംഗിയായിട്ടെല്ലാം നടക്കുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ. കല്യാണം ആലോചിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക സമയത്ത് നല്ലൊരു തുണയനെ കണ്ടെത്തുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ അച്ഛനു വേണ്ടിയും കൊച്ചുമ്മയ്ക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ താലന്തുകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കൂടുതലായി നിനക്ക് വേണ്ടി വേല ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമേ. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ദൈവമേ. തുടർന്ന് നിനക്ക് സാക്ഷികളായി ജീവിപ്പാൻ ശുശ്രൂഷകളിലെല്ലാം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ അച്ഛന്മാരെയും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കൂടുതൽ നിനക്ക് വേണ്ടി സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മിഷണറി പ്രവർത്തകൾ ഉള്ള ഒരു അച്ഛന്മാരെ ഓർത്ത് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. കൂടുതലായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാ കൃപയും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് അവരുടെ വേലയിലെല്ലാം നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിൽ നേതൃത്വം നൽകുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതിയോടും ന്യായത്തോടും കൂടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിൽ നിന്നും ഞങ്ങൾ കൂടുതൽ രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കണം ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലെൻഡ് സമയത്ത് ദൈവമേ കൂടുതലായി നിന്നോട് ചേർന്ന് ജീവിക്കാൻ, കൂടുതൽ സമയം നിന്നോട് കൂടെ ചേർന്ന് ജീവിക്കുവാനും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുറച്ചുകൂടെ രൂപാന്തരം ഉണ്ടാകുവാനും എല്ലാം ദൈവമേ നിനക്ക് സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ തക്കണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. എന്നേശുവല്ലാതില്ലെനിക്കൊരാശ്രയം
ോരാശ്രയം ഭൂവേ നിൻമാനിക്കു വിശ്രാമം വേറെ ഈ പാരിലും പരത്തിലും നിസ്തുല്യൻ പ്രിയൻ എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാരും എൻ യേശു മാത്രം മതിയെനിക്ക് നേരത്തും തൻ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഏറിടും നേരത്തും എൻ ഞാൻ കാണുന്നുണ്ടെൻ സ്നേഹ സഖിയാ ഈ ലോകസാഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാരും എൻ യേശു മാത്രം മതിയെനിക്ക് നേരത്തും എൻ രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ മാറ്റാരിലും ഞാൻ കാണുന്നില്ല നിന്മാർവിടം എന്നാശ്രയം എന്നെ സുഖത്താവേ എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും എൻ യേശുവല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ നിന്മാരിലല്ലാതില്ലെനിക്കു വിശ്രാമം ഈ പാരിലും പരത്തിലും നിസ്തുല്യൻ പ്രിയൻ എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നോമ്പിൻ്റെ നാളുകൾ നമ്മളെ സംബന്ധിച്ച് വളരെ തിരക്കുള്ള നാളുകളാണ്. എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 7:30 മണിക്ക് നമുക്ക് ഓൺലൈൻ പ്രയർ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും വെള്ളിയാഴ്ച രാവിലെ 10:30 മണിക്ക് ഒരു പ്രാർത്ഥന. അത് അധികമാകുമോ എന്ന് ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും ഒക്കെ ഒരു സംശയം ഉണ്ടാവും. നമ്മൾ സാധാരണ പറയുന്നത് മിനിമം മെഡിസിൻ മാക്സിമം റിസൾട്ട് എന്നാണ് പറയുന്നത് അല്ലേ? നമുക്കൊരു എന്തെങ്കിലും ഒരു ശാരീരികമായ അസ്വസ്ഥതയോ രോഗമോ വല്ലതും വന്നാൽ എപ്രകാരം കുറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ച്
പെട്ടെന്ന് സൗഖ്യമാകാൻ കഴിയും എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ നോമ്പിന്റെ സമയങ്ങള് മോർ മെഡിസിൻസ് നോ ഹീലിംഗ്, കൂടുതൽ മരുന്ന് പക്ഷെ ഒരു സുഖവും ഇല്ല. നമ്മുടെ പള്ളിയിലെ ഉള്ളെന്ന് തോന്നുന്നു ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തര പ്രാർത്ഥനയില്ലാത്തത്. മറ്റ് എൻ്റെ പല സുഹൃത്തുക്കൾ പട്ടക്കാർ വിളിച്ചപ്പോഴും പറയുന്നത് മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ ഈവനിങ്ങിൽ പ്രാർത്ഥനയുണ്ട്, വീടുകളിൽ പ്രാർത്ഥനയുണ്ട്. നമ്മളൊന്ന് ശ്രമിച്ചായിരുന്നു നമ്മുടെ ഈ ഓൺലൈൻ പ്രെയർ ബുധനാഴ്ച പ്രാർത്ഥന വീടുകളിലാക്കാനായിട്ട്. നമുക്ക് പിന്നെ അത്രത്തോളം വിശാലത ഇല്ലാത്തത് കൊണ്ട് ആരും അത് റിസ്ക് എടുക്കാൻ മുതിർന്നില്ല. ഞാനാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ അച്ഛനായതുകൊണ്ട് ആരോടും നിർബന്ധിച്ച് പറഞ്ഞുമില്ല. എല്ലാം റിസ്ക് ആണല്ലോ. നിങ്ങൾ പ്രാർത്ഥന വെച്ചാൽ സ്വാഭാവികമായിട്ട് അത് എനിക്കും ഇറ്റ് ഈസ് ആൻ അസൈൻമെന്റ് ഫോർ മീ ഓൾസോ. നമ്മൾ വളരെ സ്പിരിച്വലി എൻഗേജ്ഡ് ആകുന്ന നാളുകളാണല്ലോ നോമ്പിന്റെ നാളുകൾ. വി ആർ so constantly engaged during the Lent season. It's better to be engaged in our lives. നമ്മുടെ ജീവിതത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എൻഗേജ്മെന്റ്സ് ഒന്നും നമുക്ക് ഇടപെടാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ മൊണോട്ടണസ് ആയിരിക്കും. So we should have something to engage. നോമ്പിന്റെ ആരംഭത്തിൽ ഞാൻ ആഹ്വാനം ചെയ്തത് വേദപുസ്തകം വായിക്കാനും കർത്താവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാനും സ്പിരിച്വൽസ് കേൾക്കാനും ഒക്കെയുള്ള ഒരു സമയമാണ്. കീപ് യുവർ സെൽഫ് എൻഗേജ്ഡ്. നമ്മളെ നവീകരിക്കുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കി തീർക്കുന്ന ചില കർമ്മങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ ഈ നാളുകളിൽ സഹായിക്കും. നമ്മൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് വെള്ളിയാഴ്ചയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3 ഉപമകളാണ്. രക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഉപമകൾ. ആർക്കാണ് രക്ഷ? ആർക്കാണ് വിടുതൽ വേണ്ടത്? യേശു തന്റെ ശുശ്രൂഷാ വേളയിൽ പാപികളുമായും പുറന്തള്ളപ്പെട്ടവരുമായും ഒക്കെ സൗഹൃദം സൂക്ഷിച്ചു. അവരൊക്കെ വിളിച്ചെടുത്ത് യേശു പോയി. അവരോടൊപ്പം ഒക്കെ കൂട്ടായ്മ ആചരിച്ചു, അവരോടൊപ്പം ഭക്ഷിച്ചു, പാനം ചെയ്തു, സഞ്ചരിച്ചു. അവർ ചെയ്യുന്നതിനെയൊക്കെ യേശു അപ്രീഷിയേറ്റ് ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തു. എന്നാൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടവരോടൊപ്പം യേശു പോയില്ല. പരീശന്മാര്, ശാസ്ത്രിമാര്, മഹാപുരോഹിതന്മാര്, അങ്ങനെയുള്ള വലിയ വിശുദ്ധരായിട്ടുള്ള, സാമൂഹികമായി മതപരമായി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ യേശു പോയില്ല. അവർ യേശുവിനെ വിളിച്ചതുമില്ല. ദേ ഡിഡ് നോട്ട് ലൈക്ക് ജീസസ് കമ്പനി. യേശുവിൻ്റെ കൂട്ട് അവർ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം നമ്മൾ ആദ്യ ദിവസം ചിന്തിച്ചതുപോലെ യേശു തൻ്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തപ്പോൾ, തൻ്റെ സഹചാരികളെ, തൻ്റെ കൂട്ടാളികളെ, തൻ്റെ ശിഷ്യന്മാരെ, തന്നോടുകൂടെ സഞ്ചരിക്കേണ്ടവരെയൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ യേശു ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും അവിടെയുള്ള പ്രഗത്ഭരുടെ, പ്രമുഖരുടെ അടുത്തൊന്നും പോയില്ല. ജീസസ് ignored them. And Jesus has chosen the little ones, the rejected ones of the society. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ശുശ്രൂഷ അവരെ ചലഞ്ച് ചെയ്തു. യു ആർ നോട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്. ഈ പാപികളോട് കൂടെ പോകുന്നു. അപ്പൊ യേശു പറയുന്നു, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നവരെ തേടിയാണ്. മൂന്നാമത്തെ ഉപമ
വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് തിരികെ വരുന്ന മകന്റെ ഉപമയാണ്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് 2-3 എപ്പിസോഡായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. മകൻ പോകുന്ന സാഹചര്യം, പോയിടത്തുള്ള അവന്റെ ക്രൈസിസുകൾ, മടങ്ങി വരാനുള്ള അവന്റെ തീരുമാനം, അവന്റെ ഭവനത്തിലേക്കുള്ള മടങ്ങിവരവ്, പിതാവിന്റെ റിസപ്ഷൻ. That is the first part of the parable. Second part and the final part of the parable. Normally, all the parables, all the other 2 parables have a single climax. ഒരു ക്ലൈമാക്സ് ആവുള്ളത്. അതായത് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കിട്ടുമ്പോഴുള്ള സന്തോഷം, സെലിബ്രേഷൻ, ഹാപ്പി എൻഡിങ്, ഹാപ്പിനെസ്. മേൽപ്പറഞ്ഞ 2 ഉപമകളും, കാണാതെ പോയ ആടിന്റെ ഉപമയും കാണാതെ പോയി കണ്ടുകിട്ടുന്ന ദ്രഹ്മയുടെ ഉപമയും, അതാണ് അതിന്റെ ക്ലൈമാക്സ്. ഒരുപക്ഷെ ഈ മടങ്ങി വരുന്ന മകന്റെ മടങ്ങിവരവിനെ ആഘോഷമാക്കി തീർക്കുന്ന ആഘോഷത്തിൽ, ആ വിരുന്നിൽ, ആ വാദ്യഘോഷങ്ങളിൽ, ആ സെലിബ്രേഷനിൽ, ആ പാർട്ടിയിൽ ഈ ഉപമ അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നേനെ. ബട്ട് ഇറ്റ് ഡസ് നോട്ട് എൻഡ് ദെയർ. ആ ആഘോഷത്തിൽ അത് അവസാനിക്കുന്നില്ല. There is an anti-climax for this parable. ഈ ഉപമയ്ക്ക് മറ്റൊരു വശം കൂടെ ഉണ്ട്. There is no climax in itself. It is an open-ended climax. അത് കഥ അവസാനിക്കുന്നില്ല. സത്യത്തിൽ ആ പാരബിൾ അവസാനിക്കുന്നില്ല. The parable is not ending. ആ പാരബിൾ അവിടെ അവസാനിക്കാത്തത് കൊണ്ട് തന്നെ ആ പാരബിൾ നമ്മളിലൂടെ തുടരുന്നു. Because it continues through us. നമ്മളിലേക്ക് നീളുന്നുണ്ട് ആ പാരബിൾ. എന്നിലേക്കും നിങ്ങളിലേക്കും ആ പാരബിളിന്റെ അവസാനിക്കാത്ത അന്ത്യം നീക്കി വെക്കുന്നുണ്ട്, നീണ്ടുവരുന്നുണ്ട്. നമ്മളിലേക്ക് അത് എത്തുന്നുണ്ട്. എന്താണ് രണ്ടാമത്തെ ഭാഗം? അപ്പോഴാണ് ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, കർത്താവ് ഒരു പിതാവിന് ഒരു മനുഷ്യൻ 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവനെ കുറിച്ചായിരുന്നു ഫോക്കസ്, യങ്ങർ വൺ. നമ്മൾ വിചാരിച്ചു ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അതുവരെ നമ്മൾ ചോദിച്ചില്ല വാട്ട് ഹാപ്പൻ ടു ദി എൽഡർ വൺ. മൂത്തവൻ എന്ത് പറ്റി? മൂത്തവൻ ഇളയവന്റെ കൂടെ പോയോ? We were very happy, at least the elder one is there with the father at home. പക്ഷേ ഈ ആഘോഷം നടക്കുന്നിടത്താണ് നമ്മൾ വീണ്ടും ആദ്യം നമ്മൾ മറന്നുപോയ, ആദ്യം പരാമർശിക്കപ്പെട്ട ഈ മൂത്ത മകനെ കാണുന്നത്. അതായത് the brother of the returned, തിരിച്ചു വന്നവന്റെ, മടങ്ങി വന്നവന്റെ സഹോദരനെ കാണുന്നത്. So the story unfolds the idea of siblingness, അല്ലെ? സാഹോദര്യത്തെക്കുറിച്ചുള്ള, സാഹോദര്യ ബന്ധത്തെക്കുറിച്ചുള്ള ഒരാശയം, ഒരു ചിന്ത ഈ ഉപമ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമോ, മക്കളും ലോകവുമായിട്ടുള്ള ബന്ധമോ, മക്കള് പെട്ടുപോകുന്ന സ്വാധീനങ്ങൾ, അവരുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ, ഡൗൺഫോൾസ്, അവരുടെ റിപ്പൻഡൻസ്, അവരുടെ ട്രാൻസ്ഫോർമേഷൻ, അവരുടെ മടങ്ങിവരവ്, റിക്കൺസിലിയേഷൻ, സന്തോഷം, ആഘോഷം, ബന്ധങ്ങളുടെ റീയൂണിയൻ. So far so good. But
ഈ കൂടിച്ചേരലുകൾ, കൂട്ടായ്മകൾ, അകന്നുപോയ ബന്ധങ്ങൾ കൂടിച്ചേരുന്ന ഇടത്ത് പുതിയ പ്രശ്നം തുടങ്ങുന്നു. ആ പുതിയ പ്രശ്നം മറ്റൊരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, മറ്റൊരു ഉലഞ്ഞ ബന്ധമാണ്. ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരുന്നു. വയലിൽ നിന്ന് വരുമ്പോ അവൻ വലിയ ശബ്ദം കേൾക്കുന്നു. വാദ്യവും നൃത്തഘോഷവും കേട്ടു. ആരുടെ ഫോൺ അൺമ്യൂട്ട് ആയിട്ടുണ്ട്? ആരുടെ ഫോൺ അൺമ്യൂട്ട് ആയിട്ടുണ്ട്? ആയാത് ശബ്ദം വരുന്നത് അത് ഇവിടുത്തെ ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു. പള്ളിയുടെ മൊബൈലിൽ ഓൺ ചെയ്തിരണം, കാരണം അതിലാണ് നമ്മുടെ കണക്ഷൻ നമ്മുടെ ID-ന്ന്, നമ്മുടെ മെയിലിൽ നിന്ന് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി. അവൻ വീട്ടിലേക്ക് അടുത്ത് കടന്നു വരുമ്പോൾ വീട്ടിൽ വലിയ ബഹളം കേൾക്കുന്നു. It's so ironic and it is so sad that he was not yet part of the celebration. അവന് ആ ആഘോഷത്തിന്റെ ഭാഗമായി തീരാൻ, because he was not part of the reception. ഈ മടങ്ങിപ്പോയ അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഇറങ്ങിപ്പോയ തന്റെ സഹോദരൻ മടങ്ങി വരുമ്പോൾ അവനെ സ്വീകരിക്കുവാൻ ഈ മൂത്ത മകൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല. Or he was not part of his father's waiting for his brother. അവന്റെ അപ്പൻ തന്റെ ഇളയ മകന് വേണ്ടി, തന്റെ സഹോദരന് വേണ്ടി കാത്തിരുന്നപ്പോൾ ആ കാത്തിരിപ്പിന്റെ ഭാഗമായിരിക്കാൻ ഈ മൂത്ത മകന് കഴിഞ്ഞില്ല. He failed to be part of the expectation of the father. നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ we failed to be part of the expectation of the father. We fail God in terms of God's expectation. ദൈവത്തിന്റെ ചിന്തയിൽ, ദൈവത്തിന്റെ പ്രതീക്ഷയിൽ പലപ്പോഴും നമുക്ക് ഭാഗമാകാൻ കഴിയുന്നില്ല. Because we don't understand the vastness of God's love. ദൈവസ്നേഹത്തിന്റെ മഹത്വത്തെ, അതിന്റെ വിശാലതയെ മനസ്സിലാക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു. We fail to comprehend the love of God. ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ നമ്മൾ പരാജയപ്പെടും. So that was the major failure, because he was not in conscience with his father.
നമ്മളൊക്കെ ദൈവത്തിന്റെ ആലയത്തിൽ ആരാധനയ്ക്കായിട്ട് കൂട്ടായ്മയ്ക്കായിട്ടൊക്കെ കടന്നു വരുമ്പോഴും ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ ആത്മാവ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിലാണോ, ദൈവത്തോടൊപ്പമാണോ, ആത്മാവിന്റെ സാന്നിധ്യത്തിലാണോ? So when one broken relationship is restored, we see another brokenness in the same family. ഒരു കുടുംബത്തിലെ ഉടഞ്ഞുപോയ ഒരു ബന്ധം വിളക്കി ചേർക്കപ്പെടുമ്പോൾ ഉടഞ്ഞുപോയ മറ്റൊരു ബന്ധം വെളിപ്പെട്ടു വരുന്നു. ചില വിളക്കി ചേർക്കലുകൾ സംഭവിക്കുമ്പോഴാണ്, ചില റെസ്റ്റോറേഷൻസും റീഇൻസ്റ്റേറ്റിംഗും നടക്കുമ്പോഴാണ് ചില ബ്രോക്കൺനെസ്, ചില ഡിസ്കണക്ഷൻസ് തിരിച്ചറിയുന്നത്, വെളിവാകുന്നത്. ഒരുപക്ഷെ ഈ മകൻ മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ നിലനിന്നിരുന്ന ശിഥിലമായ, ജീർണമായ, അകന്നുപോയ മറ്റൊരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. പിതാവ് പോലും ഒരുപക്ഷെ ചിന്തിക്കത്തില്ലായിരുന്നു. ഒരു മകൻ അകലങ്ങളിൽ അകന്നുപോയപ്പോൾ മറ്റൊരു മകൻ അടുത്ത് തന്നെ അകന്നു നിന്നു. അടുത്ത് അകന്ന് ജീവിക്കുന്നവർ, അങ്ങനെയല്ലയോ നമ്മുടെ പല കുടുംബ ജീവിതങ്ങളും? ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സൈക്കോളജിക്കൽ ജേർണൽ വായിച്ചപ്പോൾ അവിടെ പറഞ്ഞത്, ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പഠനം വെളിപ്പെടുത്തുന്നത് സ്ലീപ്പിംഗ് ഡൈവോഴ്സുകൾ കൂടുന്നു. നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്ലീപ്പിംഗ് ഡൈവോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് രണ്ടിടത്ത് ഉറങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു. അവർ പറയുന്നത് വല്ലപ്പോഴുമൊക്കെ മാറിക്കിടന്ന് ഉറങ്ങുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. എപ്പം മാറിക്കിടക്കണമെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുപ്പത്തിലെ അകലങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു മനഃശാസ്ത്ര പ്രശ്നമാണ്. നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അകലത്തിലെ അകലങ്ങൾ പോട്ടെ, അല്ലെ? നമ്മളൊക്കെ അകന്നു പോയത് കൊണ്ട് അകന്നിരിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം പറയുന്നത് അതും അപകടമാണ്, അത് നമുക്ക് തുടരാൻ അനുവദിക്കാൻ പറ്റില്ല. ആ ബന്ധങ്ങളൊക്കെ വിളക്കി ചേർക്കപ്പെടണം. അകന്നു പോയവരൊക്കെ അടുത്തു വരണം. ആ അടുത്തു വരവുകൾ ആഘോഷമാകണം എന്നാണ് പറയുന്നത്. അല്ലാതെ അകന്നു പോയതോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഭാഗം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ നമുക്കിനി അടുത്തുള്ള അകൽച്ചകളെ. നോ, അതൊരു കൺവെൻഷനൽ ആയിട്ടുള്ള ചിന്തയാണ്. അകന്നുപോയ ബന്ധങ്ങൾ, അകന്നുപോയവർ, ചിലരൊക്കെ അകന്നു പോയിരിക്കുന്നു, ചില ബന്ധങ്ങളൊക്കെ അകന്നു മാറിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അകന്നുപോയവർക്ക് വേണ്ടി കാത്തിരിക്കാനും അകന്നുപോയവർ മടങ്ങി വരാനും, ഏത് കാരണങ്ങളിലാണോ നമ്മളൊക്കെ വിട്ടുപോയത് അതൊക്കെ തിരുത്തി മടങ്ങി വരാനും നമുക്ക് അതൊരു മ്യൂച്വൽ റിക്കൺസീലിയേഷനാണ്. ഞാനത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു. But how do we deal with the distances, encloseness? അടുപ്പങ്ങളിലുള്ള അകലങ്ങളെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? ഈ മകൻ അപ്പനോടൊപ്പമായിരുന്നു, പക്ഷെ അപ്പനിൽ നിന്ന് വളരെ അകലത്തായിരുന്നു. ഈ മൂത്ത മകൻ തന്റെ സഹോദരനായ ഇളയവനോട് നേരത്തെ തന്നെ അകലത്തിലായിരുന്നു. And he still maintains the distance in the distance.
he also maintains the distance in the closeness. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും ഈ ഉപമയിലെ ശരിക്കും മുടിയനായ പുത്രൻ ആരാണെന്ന്. Because he is not even directly conversing with the Father. അവൻ വീട്ടിലെ വേലക്കാരനെ വിളിച്ച് ചോദിക്കുന്നു. He does not know what is happening in the house. അങ്ങനെ ചില ബന്ധങ്ങളുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് വല്ലവനും, നമ്മുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വല്ലവനോടും ചോദിക്കണം. ഒന്ന് നോക്കി, എന്തൊരു ഭീകരാവസ്ഥയാണ്. Do we need someone from outside to tell us what is happening in us? നമ്മളിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു തരണം. This was another relationship problem. ഇത് മറ്റൊരു ബന്ധത്തിന്റെ പ്രശ്നമായിരുന്നു. He related with the servants, not with the father. He related to the family with the servants. സഹായികളിലൂടെ തൻ്റെ പിതാവുമായും തൻ്റെ ഭവനവുമായും ബന്ധപ്പെടുന്ന മകൻ. എനിക്ക് തോന്നുന്നു ഇളയ മകനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇളയ മകൻ പന്നികളുടെ കൂടെ പോയി എന്നാ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഒരു ക്ലോസ് അനാലിസിസിൽ, ഇവാലുവേഷനിൽ, ഹിസ് കണ്ടീഷൻ ഈസ് മോർ പത്തറ്റിക് ദാൻ ദി യങ്ങർ വൺ. നമ്മളും ഇത് മനസ്സിലാക്കണം. നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ട്രേറ്റ്സ് ഉണ്ട്. പരസ്പരം മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ ചില പരിമിതികളുണ്ട്. മനസ്സിലാക്കലുകൾ മ്യൂച്വൽ ആണ്. അണ്ടർസ്റ്റാൻഡിങ്സ് ആർ മ്യൂച്വൽ. ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ഭർത്താവ് നോക്കുമ്പോൾ, തിരിയുമ്പോൾ, നിൽക്കുമ്പോൾ, തലചൊറിയുമ്പോൾ, ഭർത്താവിൻ്റെ മുഖം മാറുമ്പോൾ ഭാര്യ മനസ്സിലാക്കണം. എന്തോ ഒരു പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളായ ഭാര്യ. തിരിച്ചോ? We fail. മക്കളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? മക്കൾ നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇതൊരു നമ്മുടെ ഉൾച്ചേരലിന്റെ പ്രശ്നമാണ്. Though he lived in the house, he was not in the house. അവൻ വീട്ടിലായിരുന്നു. നമ്മളൊക്കെ ഇന്ന് പലതും അങ്ങനെയാ. ചിലർക്ക് വയലിലാ ചിലരുടെ ഇൻട്രസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ മകന്റെ പ്രോബ്ലം അതായിരുന്നു. അവന്റെ ഇൻട്രസ്റ്റ് വയലായിരുന്നു. His interest was not the father, his brother, his family. അങ്ങനെ ചിലരുണ്ട്. ജോലിയാണ് അവരുടെ മെയിൻ. ജോലി കഴിഞ്ഞുള്ള റിലേഷൻഷിപ്പേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഈ വർക്ക് ഫ്രം ഹോം വന്നപ്പോഴത്തേക്ക് പിന്നെ പണ്ടൊക്കെ നമ്മൾ രാവിലെ പോയി വൈകിട്ട് ജോലി കഴിഞ്ഞ് വരും. ഇപ്പൊ പിന്നെ അങ്ങനൊന്നുമില്ലല്ലോ. എപ്പോഴും നമ്മൾ ജോലിയില്ല. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ that will impact our relationship. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ ഈ കഷ്ടപ്പെടുന്നത്, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കാണത്തില്ല. വയൽ
അവന്റെ നോട്ടം സമ്പാദ്യത്തിലാ. അവന്റെ ബന്ധങ്ങൾ കൊടുക്കൽ വാങ്ങലില്ല. പിതാവിനോട് അവൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി അടിമയെ പോലെ പണിയെടുത്തു, നിനക്ക് ലാഭമുണ്ടാക്കി തന്നു, എൻ്റെ സുഹൃത്തുക്കളോടുകൂടെ ആഘോഷിക്കാനായിട്ട് നീ എനിക്കൊരു കാളയക്കുട്ടിയെ പോലും നീ തന്നില്ല, ഞാൻ നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചില്ല, എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. ഇവന് ചങ്ങാതിമാരുണ്ടോ എന്നൊന്നും ഈ അപ്പൻ അറിയാവുന്ന പോലും അറിയത്തില്ല. അവൻ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതൊരു വലിയ പരാജയമായിട്ട് വരും. എല്ലാം ഒരു വീട്ടിൽ തന്നെ ജീവിക്കുന്നു, പക്ഷെ നമ്മളൊക്കെ പലരായി ജീവിക്കുന്നു, അല്ലെ? പാല് പിരിയുന്നത് പോലെ. കണ്ടിട്ടില്ലേ പാല് പിരിയുന്നത്? അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അങ്ങനെ പിരിഞ്ഞ് ഒരു ചരുവത്തിൽ കിടക്കുന്നു. നമുക്കൊന്ന് റീബിൽഡ് ചെയ്യണ്ടേ? അപ്പൻ നോക്കൂ, ഇളയ മകനെ അപ്പൻ അന്വേഷിച്ച് പോകുന്നില്ല. ഇളയ മകനെ അപ്പൻ അന്വേഷിച്ച് പോകുന്നില്ല, ഇളയ മകൻ തന്നെ ചെന്ന. പക്ഷെ ഈ ഭാഗം വായിക്കുമ്പോൾ എന്താ? ഈ മകൻ അകത്തേക്ക് പ്രവേശിക്കാതെ പുറത്തു നിൽക്കുന്നു എന്ന് അറിഞ്ഞപ്പോ അവൻ പുറത്തു വന്ന്, അല്ലെ? ഒരു മകൻ അകത്തായപ്പോ മറ്റൊരു മകൻ പുറത്തായി. ദൈവം അല്ലെങ്കിൽ പിതാവ് പുറത്തു വന്നു. അപ്പൻ രണ്ടാമത്തെ മകന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? കാണാതെ പോയ ആടിന്റെ അടുക്കലേക്ക് ഇടയൻ ചെല്ലുന്നു. കാണാതെ പോയ നാണയത്തിന്റെ അടുക്കലേക്ക് ആ സ്ത്രീ, ആ അമ്മ ചെല്ലുന്നു. ഇവിടെ അതേ ആശയം തന്നെ. രണ്ടാമത്തെ മകൻ, അവനിലേക്ക് പിതാവ് വരുന്നു. Then what do we understand? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? Who is lost here? ആരാണ് ഇവിടെ നഷ്ടപ്പെട്ട മകൻ? കൂടെ ഉണ്ടായിട്ടും നഷ്ടപ്പെട്ട മകൻ. ലൂസിങ് ഇൻ നിയർനെസ്, അടുപ്പത്തിലും നഷ്ടമായി പോകുന്നവർ. പിതാവ് അവന്റെ അടുക്കലേക്ക് വരിക, ടു സേവ് ഹിം, ടു ഫൈൻഡ് ഹിം. He's not too far. ദൂരദേശത്തല്ലവൻ. തന്റെ പിതാവിന്റെ ഭവനത്തിന്റെ തൊട്ടുവാതിൽക്കലാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചിരിപ്പ് കൂടുന്നു. എനിക്ക് കൂടുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട്. ഈ ഭാഗം, ഈ മൂത്ത മകനെ കുറിച്ച് വായിക്കുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രഷർ കൂടും, എൻ്റെ ശ്വാസമെടുപ്പ് കൂടും. കാരണം നമ്മളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇളയ മകനില്ല. അവൻ ഭയങ്കര കുഴപ്പക്കാരൻ. കാരണം അവരിൽ പലപ്പോഴും നമുക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല, അല്ലേ? കാരണം അവനല്ലേ, അവനെ പോലെ നമുക്കൊന്നും പറ്റില്ല, നമുക്കൊന്നും അവനാകാൻ പറ്റില്ല. പക്ഷെ ഈ മൂത്തവനില്ല നമ്മളൊക്കെ. നമ്മള് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമല്ല, പിതാവിൽ നിന്ന് ഒരുപാട് അകലമല്ല, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ അടുത്തൊക്കെ തന്നെ ഉണ്ട്. കമ്മിറ്റിയിലുണ്ട്, വിമൻസ് ഫെലോഷിപ്പിലുണ്ട്, കൊയറിലുണ്ട്, സ്കൂൾ ടീച്ചറിലുണ്ട്. നീ അടുത്ത ആഴ്ച നിനക്ക് ആള് കാണുമോ എനിക്ക് അറിയത്തില്ല. വാതിൽക്കലുണ്ട്.
പക്ഷെ അകത്തല്ല. We need a savior. We need a father who search the one who is lost in nearness. ഈ ദേവാലയത്തിന്റെ ആത്മീയതയുടെ വിശ്വാസത്തിന്റെ പരിസരങ്ങളിൽ അടുത്ത അന്വേഷിക്കുന്ന, വീടിന്റെ വാതിൽക്കൽ തന്നെ നഷ്ടമായി പോയവനെ അന്വേഷിക്കുന്ന, വീടിന്റെ ഉള്ളിൽ തന്നെ നഷ്ടമായി പോയവനെ അന്വേഷിക്കുന്ന, നിങ്ങളെ കാണുന്നുണ്ടോ ഇവനിൽ? നമ്മളെ കാണുന്നുണ്ടോ? നമുക്ക് ഇവനിലേ നമ്മളെ കാണാൻ പറ്റൂ. ഈ മൂത്ത മകനിലേ നമുക്ക് നമ്മളെ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഉപമയിലെ ആന്റി ക്ലൈമാക്സിൽ നമ്മൾ കാണുന്ന ഈ മൂത്ത മകനിലാണ് നമ്മൾ ഈ നോമ്പിന്റെ നാളുകൾ ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ, വിശ്വാസവുമായിട്ടുള്ള അടുപ്പത്തിൽ, ആത്മീയതയുമായിട്ടുള്ള അടുപ്പത്തിൽ നഷ്ടമായി പോയവരെ കണ്ടെത്താനുള്ള സമയമാണ്. എനിക്കും നിങ്ങൾക്കും രക്ഷിക്കപ്പെടുവാനുള്ള, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് അനുഭവിക്കാനുള്ള സമയമാണ്. വിഷമം തോന്നരുത്. എല്ലാം അനുഷ്ഠാനമാണ്. ചിലതൊക്കെ വാശിപ്പുറത്താണ്. എല്ലാം അറിയാം. പാട്ടറിയാം, ആരാധന അറിയാം, സഭയുടെ ചട്ടങ്ങൾ അറിയാം, സഭയിലുള്ളവരെ അറിയാം, എല്ലാം അറിയാം. പക്ഷേ നമ്മളൊന്നും ശരിക്കും ഇതിന്റെ ഒന്നും ഭാഗമായിട്ടില്ല എന്നുള്ളത്. പിതാവ് വന്ന് മകനോട് പറയുന്നു, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, ഇതെല്ലാം നിന്റേതാണല്ലോ. Why didn't you behave like that you own these things? Why didn't you behave that you are always with me? നീ എപ്പോഴും എന്നോടൊപ്പമുള്ളവനാണെന്നും നീ ഇതിന്റെ എല്ലാം അവകാശിയും ഉടയവനുമാണെന്നും എന്ന് കരുതി എന്തുകൊണ്ട് നീ പെരുമാറിയില്ല എൻ്റെ മകനെ? എന്തൊരു ചോദ്യമാണ്. സഭ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എത്ര വേഗമാണ് പുറത്താവുന്നത്. അകത്തായിരിക്കുമ്പോൾ തന്നെ എന്നേ പുറത്തായ കുറെ ജീവിതങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ. എന്നോട് നിങ്ങൾ ചോദിച്ചാലും പറയും, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയും, അഞ്ചാറേഴ് കൊല്ലം വേദപുസ്തകം പഠിച്ചത് കൊണ്ട് ഒരു പക്ഷേ മറ്റാർക്കും അറിയാതെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയും, ചില വാക്കുകളൊക്കെ പറയും. പക്ഷേ നമുക്ക് ദൈവത്തോടൊപ്പമാകാൻ, ദൈവത്തിൻ്റെ മകനാകാൻ, മകളാകാൻ, ദൈവത്തിന് സ്വന്തമാകാൻ, ദൈവത്തിന് സ്വന്തമായത് നമ്മുടേതും സ്വന്തമാക്കാൻ നമുക്ക് കഴിയാതെ പോയി. ആ കഥ അവസാനിക്കുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. പിതാവ് വീണ്ടും സന്തോഷത്തിൽ തന്നെ നിൽക്കുന്നു. ഞാൻ ഈ ആഘോഷിക്കുന്നവനെ പോലെ അല്ല, ബിക്കോസ് യു ആർ ഓൾറെഡി ഇൻ സെലിബ്രേഷൻ. ഞാൻ ആഘോഷിക്കുന്നത് ചിലരെ, പിൻവാങ്ങിപ്പോയവരെ, ഇറങ്ങിപ്പോയവർ മടങ്ങി വരുമ്പോൾ
എനിക്ക് ആഘോഷിക്കാതിരിക്കാൻ? ആ ആഘോഷവും നീ എന്നോട് കൂടെയുള്ള ആഘോഷവും രണ്ടും രണ്ടാണ്. അസൂയ, പക, പിണക്കം, വിദ്വേഷം, ഇതെല്ലാം നമ്മളെ ദൈവത്തിൽ നിന്ന് അകലത്താക്കും പ്രിയമുള്ളവരെ. നമ്മുടെ ഈഗോ, നമ്മുടെ കോംപ്ലക്സ്, നമ്മൾ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കും, അല്ലേ? നമ്മള് ദോഷൈക ദൃക്കുകളാകും. ഓ, അത് കുഴപ്പം, ഇത് കുഴപ്പം, എന്ത് ചെയ്ത് കൊടുത്താലും ഉപ്പില്ല, മുളകില്ല, എരിയില്ല, പുളി കൂടി, തേങ്ങ അരഞ്ഞില്ല, പൊട്ടറ്റോ വെന്തില്ല, ചിക്കൻ ശരിക്ക് വറുത്തില്ല. നമുക്ക് ഒരു മടങ്ങി വരവ് വേണം, നമുക്കൊരു തിരുത്തൽ വേണം. കാരണം നമ്മള് വിശ്വാസത്താൽ തന്നെ വി ആർ ഓൾറെഡി പാർട്ട് ഓഫ് ദ കമ്പാഷൻ ഓഫ് ഗോഡ്. നമ്മള് പിതാവിന്റെ മനസ്സുള്ളവരാകേണ്ടവരാ, ദൈവത്തിന്റെ മനസ്സുള്ളവരാകേണ്ടവരാ. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകേണ്ടവരാ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാകേണ്ടവരാ. ദ എൽഡർ സൺ ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ദ ഫാദർ. പക്ഷെ അത് മനസ്സിലാക്കാൻ ഇവന് കഴിയാതെ പോയി. എനിക്കും നിങ്ങൾക്കും അത് കഴിയുന്നില്ല. നമ്മളിപ്പോഴും ഇറങ്ങിപ്പോട്ട് തിരിച്ചു വരാൻ നോക്കിയിരിക്കുക. നമ്മൾ ആ ഗണത്തിലല്ല പ്രിയമുള്ളവരെ. നമ്മൾ അകലത്തിൽ നഷ്ടമായി പോയവരല്ല, നമ്മൾ അടുപ്പത്തിൽ നഷ്ടമായി പോയവരാ. ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ, ബന്ധത്തിൽ, വിശ്വാസത്തിൽ അറിഞ്ഞോ അറിയാതെയോ വീഴ്ച പറ്റിയവരാ. Some people, we are people who chose to be out deliberately. പിതാവ് തിരിച്ചു വിളിക്കുന്നു നമ്മളെ. കാരണം ഇതെല്ലാം നമ്മുടേതാ. ഇതെല്ലാം പിതാവിന്റെ നന്മകൾ. പിതാവ് നമുക്ക് നന്മകളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഒരു അഭിമാനത്തോടെ, ആ ഒരു വലിയ മനസ്സോടെ, he should have been with the father to celebrate the coming of the younger son. എത്ര മനോഹരമാകുമായിരുന്നു ആ ചിത്രം, എത്ര മനോഹരമാകുമായിരുന്നു ആ അന്ത്യം. അപ്പന്റെ മനസ്സില്ലാതെ പോകുന്നവർ, കരുണയുടെ ഹൃദയമില്ലാതെ പോകുന്നവർ, സ്നേഹത്തിന്റെ കണ്ണുകളില്ലാതെ പോകുന്നവർ, തൊട്ടടുത്തിരിക്കുന്നവനെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നവർ. നമുക്ക് വീടിന്റെ വാതിലിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കണം, പിതാവിനോടൊപ്പം, പിതാവിന്റെ മനസ്സിലേക്ക്, സന്തോഷത്തിലേക്ക്, അവകാശത്തിലേക്ക്, പുത്രത്വത്തിലേക്ക്. അതിന് ഈ നോമ്പുകാലം, ഈ നാളുകൾ, ഈ പഠനങ്ങൾ, ഈ പ്രക്രിയകൾ നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും സ്തോത്രം ചെയ്യും. പിതാവെ, ഈ നോമ്പ് നാളുകൾ ഒരു മടങ്ങിവരവിൻ്റെ, അനുതാപത്തിൻ്റെ, കർത്താവെ, വീടിൻ്റെ വാതിൽക്കൽ നിന്ന് പിതാവിനോടൊപ്പം വിശ്വാസത്തോടെ, മാറിയ മനസ്സുമായി, കരുണ നിറഞ്ഞ ഹൃദയങ്ങളുമായി കർത്താവെ, ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയമായി തീരണമേ. ഞങ്ങളിലെ അടിമ മനോഭാവങ്ങളെ, ഞങ്ങളിലെ അകൽച്ചകളെ, ഞങ്ങളിലെ സ്നേഹരാഹിത്യങ്ങളെ, സ്വാർത്ഥ താല്പര്യങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ, വിശ്വാസത്താൽ, വചനത്താൽ കഴുകിക്കളയുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഓരോ മടങ്ങി വരവുകളും
ഞങ്ങളുടെ പിതാവിനോടൊപ്പം ആഘോഷമാക്കി തീർക്കാൻ ഓരോ വീണ്ടെടുപ്പും ദൈവത്തെ ആരാധിക്കാനുള്ള അവസരങ്ങളാക്കി തീർക്കുവാൻ സഭയായി ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട എല്ലാവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് സന്ദർശിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ ബന്ധങ്ങളെ ഒന്ന് പുനർക്രമീകരിപ്പാൻ, പുനർശക്തീകരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. വിലഞ്ഞുപോയ, അയഞ്ഞുപോയ, അഴിഞ്ഞുപോയ, അകന്നുപോയ ചില ബന്ധങ്ങൾ കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ, വചനത്താൽ ശക്തീകരിപ്പാൻ, കൂട്ടിയിണക്കാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയിൽ സമർപ്പിച്ച എല്ലാവരെയും ഓർക്കുന്നു. ആരുടെയെങ്കിലും ഒക്കെ പേര് പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവരെയും ഞങ്ങൾ ഓർക്കുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ കരുണ, നിന്റെ കൃപ അവരുടെ മേൽ വസിക്കണമേ. അവരെ അവിടുന്ന് ശക്തീകരിക്കണമേ. അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാമെല്ലാവരോടും ഓർത്തു പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ചെറീബോ അങ്കിളിനോട്, സങ്കീർത്തനം വായിച്ച മോഹൻ മാത്യു അങ്കിളിനോട്, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച രശ്മിയോട് ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഇംഗ്ലീഷ് സർവീസാണ്. എല്ലാവരെയും ദേവാലയത്തിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.